ഹായ് എല്ലാവർക്കും ബയോ സൊല്യൂഷൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ മാമ്പറ്റ. നമ്മൾ 8th ലാസ്റ്റ് ചാപ്റ്റർ റീപ്രൊഡക്ഷനെ കുറിച്ചുള്ള അവസാനത്തെ ചാപ്റ്ററാണ് എത്തിയിരിക്കുന്നത്. ആ ഒരു ചാപ്റ്റർ ഏകദേശം അവസാന ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറഞ്ഞ ക്ലാസ്സുകൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 8ാം ക്ലാസ്സിലെ ബയോളജി കംപ്ലീറ്റ് ആയിട്ട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തത് ഹ്യൂമൻ ബോഡിയിലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോസസ്സായ റീപ്രൊഡക്ഷനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ കറക്റ്റായിട്ട് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കെന്ത് ചെയ്യാം, ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായിട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചും വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചു. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമായ ടെസ്റ്റിസിനെ കുറിച്ചും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമായ ഓവറിയെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചു ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ സെക്സ് ഹോർമോണിനെ കുറിച്ചും ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിൽ സെക്സ് ഹോർമോണിനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എന്ത് ചെയ്തു, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു അല്ലേ. മെയിൽ സെക്സ് ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണും ഫീമെയിൽ സെക്സ് ഹോർമോണായ 2 പ്രൊജസ്റ്റിറോണും ഈസ്ട്രജനും, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്താണ് ഈ ഹോർമോൺസ്, അപ്പോൾ എന്താണ് ഹോർമോൺസ് എന്നുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കേട്ടോ. ഹോർമോൺസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ 10th പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് ഹോർമോൺസിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള 1-2 പോയിന്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾ ഓർത്ത് വെക്കണം, കാരണം നിങ്ങൾ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അത് ആവശ്യമായിട്ട് വരും. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ഹോർമോൺസ്? എന്താണ് ഹോർമോൺസ്? ഓക്കെ, ഹോർമോൺസ് ആർ നത്തിങ് ബട്ട് ദീസ് ആർ സർട്ടൻ കെമിക്കൽസ് വിച്ച് പ്രൊഡ്യൂസ്ഡ് ബൈ അവർ ബോഡി. നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഹോർമോൺസ്. ആൻഡ് ദേ കൺട്രോൾ ഡിഫറെൻറ്റ് ലൈഫ് പ്രോസസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന വ്യത്യസ്ത ലൈഫ് പ്രോസസ്സുകളുണ്ട് അല്ലേ. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ലൈഫ് പ്രോസസ്സുകൾ അല്ലെ, ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. നമ്മുടെ സെല്ലുകളിലും അല്ലാതെയൊക്കെ ആയിട്ട് ധാരാളം ആക്ടിവിറ്റീസ്, ധാരാളം പ്രോസസ്സുകൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ആ പ്രോസസ്സുകളെല്ലാം കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കെമിക്കൽ സബ്സ്റ്റൻസ് ആണിത്, നമ്മുടെ ഹോർമോൺസ്. ഓക്കെ, അപ്പോൾ ഹോർമോൺസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഡെഫിനിഷൻ പറയാൻ സാധിക്കണം. എന്താണ് ഹോർമോൺസ്? ഹോർമോൺസ് ആർ ദ കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്. കൺട്രോൾ നിൽക്കാൻ അല്ലേ, നിയന്ത്രിക്കുക. എന്താ കോർഡിനേറ്റ് ചെയ്യുക പറഞ്ഞാൽ? കോർഡിനേറ്റ് ചെയ്യാൻ ഒന്നിപ്പിക്കുക, യോജിപ്പിക്കുക അല്ലേ. ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാവും. ആ ആക്ടിവിറ്റീസ് പരസ്പരം എന്ത് ചെയ്യണം, ഒരു കമ്പൈൻഡ് ആക്ഷൻ ആയിരിക്കും, ശരിയല്ലേ. അപ്പോൾ അത്തരത്തിൽ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിനെ കമ്പൈൻ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. ഇത് രണ്ടും ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹോർമോൺസ്. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ഹോർമോൺസ്? ഹോർമോൺസ് ആർ ദ കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഡിഫറെൻറ്റ് ലൈഫ് പ്രോസസ്സസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന വ്യത്യസ്ത ലൈഫ് പ്രോസസ്സുകളെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹോർമോൺസ്. ഓക്കെ, ഇനി ഹോർമോൺസ് ആരാ പ്രൊഡ്യൂസ് ചെയ്യുക? ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് സ്പെഷ്യലൈസ്ഡ് പാർട്സ് ഇൻ അവർ ബോഡി ഓർ സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ് ഇൻ അവർ ബോഡി. ദേ ആർ കോൾഡ് എൻഡോക്രൈൻ glands. ഓക്കെ, സോ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന പേരുള്ള പ്രത്യേക ഭാഗങ്ങളാണ് സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ്. സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ് ആർ പ്രൊഡ്യൂസിങ് ഹോർമോൺസ്. ഓക്കെ, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് പാർട്ടുകൾ, സ്പെഷ്യലൈസ്ഡ് ഓർഗൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അല്ലേ. അപ്പോൾ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. അതായത് ടെസ്റ്റിസും ഓവറിയും എന്തുകൂടിയാണ്? ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്താണ്? ദീസ് ആർ ദ പാർട്സ് ഓഫ് അവർ ബോഡി വിച്ച് പ്രൊഡ്യൂസ് ഹോർമോൺസ്. ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോഡിയിലെ പ്രത്യേക ഭാഗങ്ങളാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ദാറ്റ്സ് വൈ ടെസ്റ്റിസ് ആൻഡ് ഓവറി ക്യാൻ ബി കൺസിഡറിങ് ആസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഓൾസോ. ഓക്കെ, ഓവറിയെയും അതുപോലെ ടെസ്റ്റിസിനെ നമുക്ക് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നുകൂടി വിളിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കേട്ടോ. 10ാം ക്ലാസ്സിൽ 3rd ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഏകദേശം 12ഓളം എൻഡോക്രൈൻ ഗ്ലാൻഡ്സും
അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏകദേശം 20ഓളം ഹോർമോൺസ്, ഹോർമോണിൻ്റെ ഡ്യൂട്ടി, ഹോർമോണുമായി ബന്ധപ്പെട്ട ഡിസീസസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള വലിയൊരു ചാപ്റ്റർ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ തൽക്കാലം ഹോർമോൺസ് എന്താണ്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്താണെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ലൈഫ് പ്രോസസ്സുകളെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോർമോൺസിൻ്റെ അളവിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ അത് നമ്മുടെ ലൈഫ് പ്രോസസ്സുകളെ അഡ്വേഴ്സായിട്ട് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ 3 പോയിന്റ്സ് വിച്ച് യു നീഡ് ടു ബി റിമെമ്പർ ഇൻ ദ കേസ് ഓഫ് ഹോർമോൺസ്. ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ ഓർത്ത് വെക്കണം 3 പോയിന്റുകൾ എന്തൊക്കെയാണ്. ഒന്ന്, എന്താണ് ഹോർമോൺസ്? ഹോർമോൺസ് ആർ ദ കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഡിഫറെൻറ്റ് ലൈഫ് പ്രോസസ്. സെക്കൻഡ് വൺ, ഹൂ പ്രൊഡ്യൂസ് ഇറ്റ്, വിച്ച് പാർട്ട് പ്രൊഡ്യൂസ് ഇറ്റ്, ഏതാ പ്രൊഡ്യൂസ് ചെയ്യുക? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. ദെൻ തേർഡ് വൺ എന്താ പഠിക്കേണ്ടത്? ഹോർമോൺസിൻ്റെ അളവിൽ വേരിയേഷൻ വന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ലൈഫ് പ്രോസസ്സുകളെ അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് hormones and that's all about that topic. Now, in last class we are discussing about the different parts of reproductive systems in both males and females. മെയിലിലെയും ഫീമെയിലിലെയും റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സിലേക്ക് വരികയാണ്. അപ്പോൾ 2 സിറ്റുവേഷനാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്ന്, ഇഫ് ദ ഫെർട്ടിലൈസേഷൻ ഹാപ്പൻസ്. സെക്കൻഡ് വൺ, ഇഫ് ദ ഫെർട്ടിലൈസേഷൻ ഇസ് നോട്ട് ഹാപ്പൻസ്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടന്നാൽ എന്ത് സംഭവിക്കും, ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ, എന്താ ഫെർട്ടിലൈസേഷൻ പറഞ്ഞു അല്ലേ, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ ഗ്യാമേറ്റായ സ്പേമും ഫീമെയിൽ ഗ്യാമേറ്റായ ഓവവും പരസ്പരം ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫെർട്ടിലൈസേഷൻ അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്തൊരു പ്രോസസ്സാണത്. ഫെർട്ടിലൈസേഷൻ ഇസ് എ പ്രോസസ് through male gamete and female gamete fuse together. മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും പരസ്പരം ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഇവിടെ ഫെർട്ടിലൈസേഷൻ നടന്നാൽ എന്ത് സംഭവിക്കും, ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? That's here we are going to discuss. Among them, first topic is if fertilization not occur. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡി അല്ലെങ്കിൽ ഫീമെയിൽ ബോഡിയിൽ എല്ലാ മാസവും ഓരോ ഓവം പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ പറഞ്ഞതാണിത്. ഓവറിയിൽ എല്ലാ മാസവും ഓവം പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ആ പ്രൊഡ്യൂസ് ചെയ്ത ഓവം മെച്ചുവേർഡായിട്ട് റിലീസ് ചെയ്യും ത്രൂ ഓവുലേഷൻ അല്ലേ. അപ്പം എല്ലാ മാസവും ഓരോ ഓവം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ഓവം ഓവുലേഷനിലൂടെ റിലീസ് ചെയ്യുകയും ചെയ്യും. നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഒരു ഫീമെയിൽ ബോഡി എല്ലാ മാസവും ഓരോ ഓവം പ്രൊഡ്യൂസ് ചെയ്യും. ആ ഓവം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫീമെയിൽ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്പേം വരും. അവിടേക്ക് ഒരു സ്പേം വരും. അങ്ങനെ അവിടെ സ്പേം എത്തിയിട്ട് ആ സ്പേമും ഓവവും ഫ്യൂസ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ സംഭവിച്ച് അവിടെ ഒരു ഫീറ്റസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ആര് പ്രതീക്ഷിക്കുന്നത്? ഫീമെയിൽ ബോഡി പ്രതീക്ഷിക്കുക. ഫീമെയിൽ ബോഡീൻ്റെ അക്സെപ്റ്റേഷൻ എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നതോടൊപ്പം അവിടെ എന്ത് ചെയ്യും? അവിടെ ഒരു സ്പേം എത്തും. ആ സ്പേമും ഓവവും ഫ്യൂസ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ സംഭവിച്ചിട്ട് അവിടെ എന്തുണ്ടാവും? അവിടെ ഫീറ്റസ് ഉണ്ടാവും എന്ന് ഫീമെയിൽ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫീമെയിൽ ബോഡിയിൽ ഓവം പ്രൊഡക്ഷൻ നടക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കുന്നതോടൊപ്പം ആ ഫീറ്റസിൻ്റെ ഗ്രോത്തിന് ആവശ്യമായ അറേഞ്ച്മെൻറ്റുകളും നടക്കും. ഓക്കെ, മനസ്സിലായല്ലോ. സോ ഇൻ എവറി ഫീമെയിൽ ബോഡി ഇൻ എവറി മന്ത് എല്ലാ മാസവും ഓരോ ഓവം പ്രൊഡ്യൂസ് ചെയ്യും. വിത്ത് ദാറ്റ് ഓവം പ്രൊഡക്ഷൻ, ആ ഓവം പ്രൊഡക്ഷനോടൊപ്പം തന്നെ അവിടെ എന്ത് നടക്കും? ദർ വിൽ ബി മെനി അറേഞ്ച്മെൻറ്റ്സ് ആർ ടേക്സ് പ്ലേസ് ഫോർ ദ ഫീറ്റസ് ഗ്രോത്ത്. ഓക്കെ, ഫീറ്റസിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരുപാട് അറേഞ്ച്മെൻറ്റുകൾ അവിടെ ഫീമെയിൽ ബോഡിയിൽ നടക്കും. ഓക്കെ, അതെന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഫീമെയിൽ ബോഡി എന്ത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? ഫീമെയിൽ ബോഡിയുടെ അക്സെപ്റ്റേഷൻ അനുസരിച്ചിട്ട് ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫീമെയിൽ ബോഡി വിചാരിക്കുന്നത് അവിടെ ആര് വരും? ഒരു സ്പേം വരും. ആ സ്പേം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും? അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. അവിടെ എന്തുണ്ടാവും? ഫീറ്റസ്
ഫോം ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ആർക്കുള്ളത്? ഫീമെയിൽ ബോഡിക്കുള്ളത്. ഈ ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് ഫീമെയിൽ ബോഡിയിൽ എന്ത് സംഭവിക്കുന്നത്? ഓവം പ്രൊഡക്ഷൻ നടക്കുന്നതോടൊപ്പം തന്നെ എന്ത് നടക്കുന്നത്? അവിടെ ഫീറ്റസ് ഉണ്ടായിട്ട് ആ ഫീറ്റസ് ഗ്രോത്തിന് ആവശ്യമായ പ്രിപ്പറേഷൻസ് നടക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. സോ ഇൻ എവറി ഫീമെയിൽ ബോഡി with ovulation process there will be many arrangements that takes place for fetus growth. ഓക്കെ, എന്തൊക്കെ അറേഞ്ച്മെൻറ്റുകളാണ് നടക്കുക? പ്രധാനമായിട്ടും 3 അറേഞ്ച്മെൻറ്റുകളാണ് നടക്കുക. ഒന്ന്, എൻഡോമെട്രിയം ബിക്കം മോർ തിക്ക്. ഓക്കെ, എന്താ എൻഡോമെട്രിയം? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് യൂട്രസിൻ്റെ ഇന്നർ വാളിൽ ഉള്ള എക്സ്ട്രാ മെംബ്രെയിനാണിത് എൻഡോമെട്രിയം. ഓക്കെ, ആ എൻഡോമെട്രിയത്തിന് മുകളിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അഡ്ഹിയർ ചെയ്തിട്ടാണ് ഫീറ്റസ് വളരാം അല്ലേ? അപ്പം ഫീമെയിൽ ബോഡി വിചാരിക്കും അവിടെ ഒരു ഫീറ്റസ് വരും, അപ്പോൾ എന്ത് ചെയ്യണം? ആ ഫീറ്റസിന് അവിടെ നിൽക്കണമെങ്കിൽ കുറച്ചും കൂടെ കട്ടി വേണം അല്ലേ? അങ്ങനെ ഒരു പ്രതീക്ഷയിൽ ഫീമെയിൽ ബോഡി എന്ത് ചെയ്യും? ആ എൻഡോമെട്രിയം വാൾ കുറച്ചും കൂടെ തിക്കാക്കി മാറ്റും. ഓക്കെ, ഇതാണ് ഒരു അറേഞ്ച്മെൻറ്റ് നടക്കുന്നത്. രണ്ടാമത്തത് അവിടെ നിന്നും മോർ ബ്ലഡ് ക്യാപ്പിലറീസ് ആർ ഫോംഡ്. ഓക്കെ, കൂടുതൽ ബ്ലഡ് ക്യാപ്പിലറീസ് ഒക്കെ അവിടെ ഫോം ചെയ്യും അല്ലേ? സ്വാഭാവികമായിട്ടും അവിടെ ഫീറ്റസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫീറ്റസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫീറ്റസിന് കൂടി ഒരുപാട് സബ്സ്റ്റൻസ് എത്തണം വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ബ്ലഡ് എത്തണം. കൂടുതൽ ബ്ലഡ് എത്താൻ വേണ്ടിയിട്ട് അവിടെ കൂടുതൽ ബ്ലഡ് വെസൽസ് അത്യാവശ്യമായി വരും അല്ലേ? അപ്പോൾ അവിടെ ഫീറ്റസ് ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ ഫീമെയിൽ ബോഡിയിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ മാറ്റമാണ് അവിടെ കൂടുതൽ എന്തുണ്ടാവും? കൂടുതൽ ബ്ലഡ് വെസൽസ് ഫോം ചെയ്യും. കൂടുതൽ ബ്ലഡ് ക്യാപ്പിലറീസ് ഫോം ചെയ്യും അല്ലേ? ബ്ലഡ് ക്യാപ്പിലറീസും ബ്ലഡ് വെസൽസും നിങ്ങൾക്ക് അറിയാം എന്ന് എനിക്കറിയാം. എന്താണ് ബ്ലഡ് ക്യാപ്പിലറീസ്? നമ്മൾ 3rd ചാപ്റ്റർ പഠിച്ചാണ്. ഫൈൻ അല്ലേ? സ്മോൾ ബ്ലഡ് വെസൽസ് ആണ്, കുഞ്ഞു ബ്ലഡ് വെസൽസ് ആണ് ബ്ലഡ് ക്യാപ്പിലറീസ്. അപ്പോൾ അവിടെ നിന്നുണ്ടാവും അവിടെ എൻഡോമെട്രിയത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ധാരാളം ബ്ലഡ് ക്യാപ്പിലറീസ് ഫോം ചെയ്യും. ഓക്കെ, ഇനി മൂന്നാമത്തെ ചേഞ്ച് അവിടെ സംഭവിക്കുന്നത് അവിടെ എന്തുണ്ടാവും? അവിടെ മോർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ ഡെവലപ്ഡ്. ഓക്കെ, കൂടുതൽ ഗ്ലാൻഡ് എന്താ നമ്മൾ പറഞ്ഞു? ഓക്കെ, ഗ്ലാൻഡ്സ് എന്തായിരുന്നു? ഗ്ലാൻഡ്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഗ്ലാൻഡ്. സോ അവിടെ എന്ത് ചെയ്യും? കൂടുതൽ ഗ്ലാൻഡുകൾ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എവിടെ സംഭവിക്കും? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ യൂട്രസിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യും? ഇത്തരത്തിൽ ധാരാളം മാറ്റങ്ങൾ അവിടെ സംഭവിക്കും അല്ലേ? ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ കാരണം എന്താണ്? ഫീമെയിൽ ബോഡി ആരെ പ്രതീക്ഷിക്കുന്നുണ്ട്? സ്പേം വന്നിട്ട് അവിടെ ഫീറ്റസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഫീറ്റസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഈ ചേഞ്ചസ് ഒക്കെ ഫീമെയിൽ ബോഡിയിൽ സംഭവിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു സ്പേം വന്ന് കഴിഞ്ഞിട്ട് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ സംഭവമൊക്കെ അവിടെ നടക്കുന്നത്. പക്ഷേ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് അവിടെ സ്പേം വന്നില്ലെങ്കിലോ, അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലോ, ഈ ഉണ്ടായ മാറ്റങ്ങളെല്ലാം എന്തായി പോവും? വേസ്റ്റ് ആയി പോവും. ശരിയല്ലേ? അപ്പോൾ അവിടെ എന്ത് ചെയ്യും? അവിടെ ബോഡി അക്സെപ്റ്റ് ചെയ്തതുപോലെ ഒരു സ്പേം വരാത്ത സിറ്റുവേഷൻ വന്നാൽ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കില്ല. ഫെർട്ടിലൈസേഷൻ നടക്കാത്ത സാഹചര്യത്തിൽ അവിടെ ഫീറ്റസ് ഉണ്ടാവില്ല. ആ ഒരു സാഹചര്യത്തിൽ അവിടെ ബോഡിയിലുണ്ടായ ചേഞ്ചുകളെല്ലാം എന്തായി പോവും? വേസ്റ്റ് ആയിട്ട് പോവും. ശരിയല്ലേ? സോ ഇഫ് ഫെർട്ടിലൈസേഷൻ ഈസ് നോട്ട് ടേക്സ് പ്ലേസ് ദർ, ഓൾ ദീസ് ചേഞ്ചസ് ആർ ബിക്കം വേസ്റ്റ്. ഓക്കെ, ഈ ചേഞ്ചുകളെല്ലാം വേസ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഈ ചേഞ്ചുകളൊക്കെ ആ ഉണ്ടായ മാറ്റങ്ങളൊക്കെ ബോഡി എന്ത് ചെയ്യും? ഒഴിവാക്കും. എങ്ങനെ ഒഴിവാക്കും? ബോഡി എന്ത് ചെയ്യും? ആ തിക്കായ എൻഡോമെട്രിയം വാൾ എന്ത് ചെയ്യും? ഡിറ്റാച്ച് ചെയ്ത് വരും, പീൽ ഓഫ് ചെയ്യും അല്ലേ? അവിടെ കൂടുതലുണ്ടായ തിക്കായിരിക്കുന്ന എൻഡോമെട്രിയം ഫുൾ അവിടെ നിന്ന് കട്ടി അടർന്നു പോരും അല്ലേ? അതുപോലെ അവിടെ കൂടുതലുണ്ടായ ബ്ലഡ് വെസലും ഗ്ലാൻഡും ഒക്കെ പൊട്ടിപ്പോവും അല്ലേ? അപ്പോൾ ഇങ്ങനെ ബ്ലഡ് വെസലും ഗ്ലാൻഡും ഒക്കെ അവിടെ പൊട്ടിപ്പോവുകയും ആ ബ്ലഡും അപ്പം മ്യൂക്കസും ഈ അവിടുന്ന് ഉണ്ടായ ഈ സാധനങ്ങളൊക്കെ പാടെ എല്ലാം കൂടി അലോങ് വിത്ത് ഓവം, അവിടെ ഉണ്ടായ ഓവം അടക്കം കേട്ടോ. അപ്പോൾ ഫീമെയിൽ ബോഡിയിലുണ്ടായ ഓവവും ഈ ബ്ലഡ് വെസൽ പൊട്ടിയപ്പോൾ ഉണ്ടായ ബ്ലഡും മ്യൂക്കസും ഈ എൻഡോമെട്രിയം വാള് ഡിറ്റാച്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായ എല്ലാ വസ്തുക്കളും കൂടെ ചേർന്നിട്ട് വജൈനയിലൂടെ ബ്ലഡും മ്യൂക്കസും ഒക്കെ പാടെ വജൈനയിലൂടെ പുറത്തേക്ക് റിലീസ് ചെയ്യും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് മെൻസ്ട്രേഷൻ. ഓക്കെ, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മെൻസ്ട്രേഷൻ.
അല്ലേ? മെൻസ്ട്രൽ സൈക്കിൾ എന്നൊക്കെ വിളിക്കുന്ന പ്രോസസ്സ് മെൻസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് മെൻസ്ട്രേഷൻ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫീമെയിൽ ബോഡി എന്ത് ചെയ്യും? ഒരു സ്പേമിനെ പ്രതീക്ഷിച്ചിട്ട് ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ അവിടെ സ്പേം വരാത്തപ്പോൾ ആ മാറ്റങ്ങളൊക്കെ വേസ്റ്റ് ആവും. ആ മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇല്ലാതാവും. ആ ബോഡിയിലുണ്ടായ ചേഞ്ചുകൾ കംപ്ലീറ്റ് ഇല്ലാതാവും. അതിൻ്റെ ഭാഗമായിട്ട് ആ എൻഡോമെട്രിയം വാള് തിക്കായ ഭാഗം ഡിറ്റാച്ച് ചെയ്യും. അവിടെ കൂടുതലുണ്ടായ ബ്ലഡ് വെസൽസും ഗ്ലാൻഡുകളൊക്കെ റപ്ചർ ചെയ്യും, പൊട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? ആ സാധനങ്ങളെല്ലാം കൂടി അങ്ങനെ ഉണ്ടായ ആ വസ്തുക്കളെല്ലാം കൂടി ബ്ലഡിൻ്റെ ഒപ്പരും മ്യൂക്കസിൻ്റെ ഒപ്പരും ഒപ്പം എന്തുകൂടെ ഉണ്ടാവും? അവിടെ ഉണ്ടായ ഓവവും അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഓവവും എല്ലാം കൂടി എന്ത് ചെയ്യും? വജൈനയിലൂടെ പുറത്തേക്ക് വരും. ഇത്തരത്തിൽ വജൈനയിലൂടെ പുറത്തേക്ക് വരുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? മെൻസ്ട്രേഷൻ. ഓക്കെ, ഇത് ഏകദേശം 3 മുതൽ 7 ദിവസം വരെ കണ്ടിന്യൂ ചെയ്ത് എന്ന് വരാം കേട്ടോ. ചിലപ്പോൾ 3 ദിവസം കൊണ്ട് മെൻസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. ചിലപ്പോൾ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? മെൻസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മെൻസ്ട്രേഷൻ എന്നൊരു പ്രോസസ്സ് അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ എന്നൊക്കെ പഠിക്കും. ഈ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ കുറിച്ച് കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കാം. ഈ മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറൽ പ്രോസസ്സാണ്. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗേൾസിൽ, അല്ലേ, ഗേൾസിൽ മാത്രം നടക്കുന്ന പ്രോസസ്സാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഗേൾസിൻ്റെ ഫിസിക്കൽ ഗ്രോത്ത്, ഗേൾസിൻ്റെ ശാരീരിക വളർച്ചയോടൊപ്പം ഒപ്പം ഉണ്ടാവേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു നാച്ചുറൽ പ്രോസസ്സാണ് എന്ത്? മെൻസ്ട്രേഷൻ. ഓക്കെ, നമ്മുടെ ബോഡിയിലുള്ള ഇപ്പോൾ എന്താ പറയുക, റെസ്പിറേഷൻ, അല്ലേ, ഹാർട്ട് ബീറ്റിങ്, ബ്ലഡ് സർക്കുലേഷൻ, ഇങ്ങനെ കുറേ പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു സാധാരണ നാച്ചുറൽ പ്രോസസ്സ് മാത്രമാണ് എന്ത്? മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബ്രീത്തിങ്, അല്ലേ, ഹാർട്ട് ബീറ്റ് ഒക്കെ പോലെ നമുക്ക് അത്തരത്തിലുള്ള പ്രോസസ്സ് മാത്രമാണ് മെൻസ്ട്രേഷൻ. അല്ലാതെ അത് വേറെ വലിയ കാര്യമൊന്നും അവിടെ ഇല്ല. ഓക്കെ, മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അതാണ്. ഇറ്റ്സ് ഓൺലി എ നാച്ചുറൽ ലൈഫ് പ്രോസസ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഗേൾസ് ലൈഫ് സൈക്കിൾ അലോങ് വിത്ത് ദർ ഫിസിക്കൽ ഗ്രോത്ത്. ഓക്കെ, ഗേൾസിലെ ഫിസിക്കൽ ഗ്രോത്തിനൊപ്പം നടക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ പ്രോസസ്സാണ് എന്ത്? മെൻസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫിസിക്കൽ ഗ്രോത്തിൻ്റെ ഭാഗമായി നടക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോസസ്സാണ്. സാധാരണയായിട്ട് ഒരു കുട്ടിക്ക് ഒരു 11 വയസ്സ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് മെൻസ്ട്രേഷൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ആ കുട്ടി ഒരു സെക്ഷുവലി മെച്ചുവേർഡ് ആകുമ്പോൾ, ഓക്കെ, നിങ്ങൾക്കറിയില്ല എന്തുകൊണ്ടായിരിക്കും ഈ പ്രോസസ്സ് നടക്കൽ? ഓവം പ്രൊഡക്ഷൻ നടക്കണം, അല്ലേ? ഓവം പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ സെക്ഷുവലി ആ കുട്ടി എന്താവണം? മെച്ചുവേർഡ് ആവണം, അല്ലേ? അപ്പോൾ സെക്ഷുവലി മെച്ചുവേർഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു 11 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക? ഈ മെൻസ്ട്രേഷൻ എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എപ്പോഴും 11 വയസ്സായിക്കോളണമെന്നൊന്നുമില്ല. ചിലപ്പോൾ കുറച്ച് നേരത്തെ ആവാം, ചിലപ്പോൾ കുറച്ച് വൈകിട്ടാവാം. ഓക്കെ, അപ്പോൾ അത് പല കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെ മെൻസ്ട്രേഷൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് ഏർലി ആവാനും അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആവാനും പല കാരണങ്ങളുണ്ടാവാം. ഒന്നെങ്കിൽ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ആവാം കേട്ടോ. ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുണ്ടായ ചില ഘടകങ്ങളാവാം, അല്ലേ, അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ആവാം. ഫുഡ് ഹാബിറ്റ്സ്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, അല്ലാതെ ഹെൽത്ത് കണ്ടീഷൻ, എല്ലാവരുടെയും ഹെൽത്ത് കണ്ടീഷൻ ഒരേപോലെ ആയിക്കൊള്ളുന്നില്ല, അല്ലേ? അതുപോലെ തന്നെ എന്താവാം? ഹോർമോൺ വേരിയേഷൻ ആവാം, അല്ലേ? ഹോർമോൺസ് എന്താ നമ്മൾ പറഞ്ഞു? ഈ ഹോർമോൺസിൻ്റെ അളവിലുണ്ടാകുന്ന വേരിയേഷൻ, ഇങ്ങനെ പല കാരണങ്ങളാൽ ഈ മെൻസ്ട്രേഷൻ സൈക്കിളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മാറ്റം വരാം. ചിലപ്പം കുറച്ച് ഏർലി ആവാം, ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാവാം. ഓക്കെ, അപ്പോൾ മെൻസ്ട്രേഷൻ സൈക്കിളിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മെൻസ്ട്രേഷൻ സൈക്കിളിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാ? ഒന്ന് ഹെറിഡിറ്ററി ഫാക്ടേഴ്സാണ്, പാരമ്പര്യ ഘടകങ്ങളാണ്. ഫുഡ് ഹാബിറ്റ്സ് ആണ്. ഓക്കെ, ഫുഡ് ഹാബിറ്റ്സ് ആണ്. മൂന്നാമത്തെ എന്താണ്? നമ്മുടെ ഹെൽത്ത് കണ്ടീഷനാണ്. ഒരു കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷൻ ഇതിൽ മാറ്റം വരുത്താം. അതുമല്ലെങ്കിൽ ഏതാവാം? അവരുടെ എന്താവാം? ഹോർമോൺ വേരിയേഷൻ ആവാം. അവരുടെ ബോഡിയിലുള്ള ഹോർമോൺ വേരിയേഷൻ ആവാം. ഇങ്ങനെ പല കാരണങ്ങളാൽ എന്ത് ചെയ്യാം? ഈ ഒരു മെൻസ്ട്രേഷൻ സൈക്കിളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ അതേപോലെ മെൻസ്ട്രേഷൻ സൈക്കിൾ വന്നാൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ചെറുതായിട്ട് എന്തുണ്ടാവും? ബാക്ക് പെയിൻ ഉണ്ടാവും, അല്ലേ? ബാക്ക് പെയിൻ, പുറം വേദന ഉണ്ടാവാം. അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവാം, ലോവർ അബ്ഡോമിനൽ പെയിൻ, അല്ലേ? അടിവയറ്റിൽ എന്തുണ്ടാവാം? വേദന ഉണ്ടാവാം. നാസിയ ഉണ്ടാവാം. നാസിയ മനം പുരട്ടൽ എന്നൊക്കെ പറയും, അല്ലേ? ഛർദ്ദിക്കാൻ വരുന്ന പോലെ, വൊമിറ്റ് ചെയ്യാൻ വരുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവാം. ഇങ്ങനെ പല ലക്ഷണങ്ങളും എപ്പം കാണിക്കാം? ഈ മെൻസ്ട്രേഷൻ സൈക്കിൾ സ്റ്റേജിൽ കാണിക്കാം. ഓക്കെ,
അപ്പോൾ ഈ ഒരു മെൻസ്ട്രേഷൻ സൈക്കിൾ എല്ലാവരിലും ഒരേ ഡ്യൂറേഷൻ ആയിക്കൊള്ളുന്നില്ല. ചിലരിൽ 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം, ചിലപ്പോൾ 4 ആവാം, ചിലപ്പോൾ 5 ആവാം, ചിലപ്പോൾ 6 ആവാം, ചിലപ്പോൾ 7 ആവാം. അങ്ങനെ എന്ത് ചെയ്യാം, ഈ മെൻസ്ട്രേഷൻ സൈക്കിളിൻ്റെ അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ പീരീഡ് വ്യത്യസ്തമാവാൻ ചാൻസ് ഉണ്ട്. എല്ലാവരിലും ഒരേ ഡേയ്സ്, ഒരേ നമ്പർ ഓഫ് ഡേയ്സ് തന്നെ ആയിക്കൊള്ളണം എന്ന് ഒരു നിർബന്ധവുമില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെൻസ്ട്രേഷൻ സൈക്കിള് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് 1-2 വർഷം ഇത് ഇറഗുലർ ആവാം. സാധാരണ 28 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം വരും അല്ലേ, 28 ദിവസം കൂടുമ്പോൾ മെൻസ്ട്രേഷൻ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. പക്ഷെ ഫസ്റ്റ് 1-2 വർഷം ഇതിലൊരു ഇറഗുലാരിറ്റി വരാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് ആ ഒരു ഓർഡറിൽ തന്നെ വന്നോളണം എന്നില്ല, ഒരു റെഗുലാരിറ്റിയിൽ ഒരു ചെറിയ ചേഞ്ചൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഫസ്റ്റ് 2 വർഷം. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് പോയിട്ട് ഡോക്ടറെ പോയി കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം അതാണ്, ഫസ്റ്റ് 1-2 വർഷം ഇതിൽ മാറ്റം വരാം. ഇങ്ങനെ കറക്റ്റ് റെഗുലറായിട്ട് മെൻസ്ട്രേഷൻ കണ്ടിന്യൂ ചെയ്തോളണം എന്നില്ല. പക്ഷേ ഈ ഒരു റെഗുലാരിറ്റിയിൽ എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇറഗുലർ ആവുകയാണെങ്കിൽ നമ്മൾ മെഡിസിൻസ് അഡോപ്റ്റ് ചെയ്യണം. ഓക്കെ. അതുപോലെ മെൻസ്ട്രൽ ഹൈജീൻ ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നമ്മുടെ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ വളരെ ഡേഞ്ചറായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമായിട്ട് മാറുന്നത്. ഓക്കെ. അപ്പോൾ ഈ സമയത്ത് ഹൈജീൻ കീപ്പ് ചെയ്യാം. ഹൈജീൻ ശുചിത്വം അല്ലേ, ശുചിത്വം കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഈ ഒരു പീരീഡ് ടൈമിൽ എന്ത് ചെയ്യണം, നമ്മൾ ഹൈജീൻ കീപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ അത് വളരെ വലിയ പ്രോബ്ലങ്ങളിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഈ ഒരു മെൻസ്ട്രേഷൻ സൈക്കിൾ ഒരു 11 വയസ്സൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം 45-50 വയസ്സ് കാലയളവിൽ എന്ത് ചെയ്യും, ഈ ഒരു മെൻസ്ട്രേഷൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇന്നത്തെ ടോപ്പിക്കിൽ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞത്, നമ്മൾ ഹോർമോൺസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. പിന്നെ ഫെർട്ടിലൈസേഷൻ സംഭവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും അല്ലേ, ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും. പിന്നെ മെൻസ്ട്രേഷൻ സൈക്കിളിനെ കുറിച്ച് വിശദമായിട്ട് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്, ഫെർട്ടിലൈസേഷൻ നടന്നാൽ എന്ത് സംഭവിക്കും. ഓക്കെ. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അവിടെ സ്പേം എത്തിയില്ല, സ്പേം വരാത്തതുകൊണ്ട് ഫെർട്ടിലൈസേഷൻ നടന്നില്ല. പിന്നെ ഫെർട്ടിലൈസേഷൻ നടക്കാത്തപ്പോൾ അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അവിടെ ഒരു സ്പേം എത്തിയാൽ, ഫീമെയിൽ ബോഡിയിൽ ഒരു സ്പേം എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ. അപ്പോൾ ആ കാര്യമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്, തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫെർട്ടിലൈസേഷൻ സംഭവിച്ചാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ തൽക്കാലത്തേക്ക് ഇവിടെ എന്ത് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, വീണ്ടും കാണാം. സോ അതുവരെ ഇറ്റ്സ് മീ വിപിൻ മാമ്പറ്റ. ഗുഡ് ബൈ.